തലവര സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് ന്യൂസ് മലയാളത്തിനോടൊപ്പം ഉള്ളത് അർജുൻ അശോകൻ, രേവതി ശർമ്മ, അഖിൽ അനിൽകുമാർ. വെൽക്കം. താങ്ക് യു. സിനിമ തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സിനിമയെ കുറിച്ചൊരു പേഴ്സണൽ ജേർണി ഉണ്ടാവുമല്ലോ, നമുക്കത് പറഞ്ഞു തുടങ്ങാം. ആദ്യം അഖിൽ നിന്ന് തുടങ്ങാം. തലവര ആക്ച്വലി ഞങ്ങൾ ഒരുപാട് കാലം ആഗ്രഹിച്ച് ഒന്ന് പുറത്തേക്ക് വരണം, സിനിമ തിയേറ്റർ റിലീസാവണം, ആളുകളൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ച് ചെയ്തൊരു സിനിമയാണ്. ഇപ്പോൾ അത് ആളുകൾ കണ്ട് നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇനി ആളുകൾ കയറുന്നതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആക്ച്വലി ഐ തിങ്ക് വാസ് ദ ലാസ്റ്റ് പേഴ്സൺ ടു ബി കാസ്റ്റഡ്. ബട്ട് എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ഇത്രയും ക്രിയേറ്റീവ് ഫ്രീഡം ആൻഡ് ട്രസ്റ്റ് എനിക്ക് വേറെ ഏത് പ്രോജക്റ്റിലും, നോട്ട് ദാറ്റ് ദി അതർ പ്രോജക്ട്സ് വെർ നോട്ട് ട്രസ്റ്റ് വർത്തി, എനിക്ക് പേഴ്സണലായിട്ട് കണക്ട് ചെയ്ത ഒരു സ്ക്രിപ്റ്റായിരുന്നു. ഇൻഫാക്ട് കാണുമ്പോഴും എനിക്ക് ഒരു നമ്മുടെയൊക്കെ സ്ട്രഗിൾ ക്യാമറയിൽ എടുത്ത് വെച്ച പോലെയായിരുന്നു എനിക്ക് കാണുമ്പോഴും. ദാറ്റ്സ് വൈ ഐ ഗോട്ട് സോ ഇമോഷണൽ വാച്ചിങ് ഇറ്റ് ഓൾസോ. സോ ഐ എം ജസ്റ്റ് റിയലി ഹാപ്പി ഐ ഗോട്ട് ടു ബി പാർട്ട് ഓഫ് ഇത്ര വലിയ പ്രോജക്റ്റ്, ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി എ റിയലി ഗുഡ് പ്രോജക്റ്റ്. സോ യാ, ഭയങ്കര ഹാപ്പിയാണ്. ഇവര് ഒരു തലവര എന്ന സിനിമ എഴുതി ഒരു 1 year ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യണത് പടത്തിലേക്ക്. അപ്പോൾ ഫസ്റ്റ് കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇതിന്റെ നോർമലി പറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ല, അത് കണ്ടന്റ് ആയാലും പുതുമയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അത് പറയണത്. പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് കഥ പോകുന്നത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പി. പിന്നെ വിറ്റ്ലിഗോ എന്നുള്ളൊരു സിറ്റുവേഷനുള്ള ഒരാളാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നൊരു എപ്പോഴും ഒരു കഥാപാത്രം മാറി മാറി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കഥാപാത്രം വന്നപ്പോൾ എന്തായിരിക്കും ചെയ്യാം എന്നുള്ളൊരു തീരുമാനവും അതെങ്ങനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായി. അപ്പൊ അത് നല്ല വൃത്തിക്ക് ആ ക്യാരക്ടറിനും അല്ലെങ്കിൽ സിനിമയിൽ എഴുതി വെച്ചതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു ചെയ്യാൻ. പടം ഇറങ്ങിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്യും. അച്ഛൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഓരോ പടം കഴിയുന്നതോറും എന്നെ ഒരു നടനായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്, വീട്ടിലായാലും നാട്ടിലായാലും. അപ്പൊ പിന്നെയും എനിക്ക് പടം കഴിഞ്ഞപ്പോൾ ഭയങ്കര ചെറുതായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ പരിപാടി. അപ്പൊ പുറമെ ഓഡിയൻസ് അതെടുത്ത് വളരെ ഹാപ്പി ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. യു ആർ സക്സീഡഡ്, യു ആർ ഡൺ എ ഗുഡ് ജോബ് എന്നൊക്കെ പറയുമ്പോൾ അവര് നമ്മുടെ ഒരു സന്തോഷത്തിലും നമ്മുടെ സക്സസിനും സന്തോഷം കണ്ടെത്തുന്ന പറയുമ്പോൾ അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലൊരു സ്കിൻ കണ്ടീഷൻ പറയുന്നുണ്ട് വിറ്റ്ലിഗോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരുപാട് പേര് നമ്മൾ എന്താ പറയുക, ഒരു പക്ഷേ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരുപാട് പേർക്ക് അത് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊരു അവയർനെസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലൊരു സാധനം പറയണം എന്ന് തോന്നിയതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു? നമ്മൾ ഒരു സിനിമ നമുക്ക് ലൈഫിൽ ചിലപ്പോൾ ഒരു തവണയൊക്കെ ഒരു സിനിമ ചെയ്യാൻ ചാൻസസ് കിട്ടുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആൾക്കാർക്കും കൂടെ അത് കണക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ ആ സിനിമ തിയേറ്റർ വിട്ട് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു സന്ദേശം എന്നല്ല, ഇപ്പോൾ തമാശ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഉണ്ടാവണമെന്നൊരു നിർബന്ധമുണ്ട് എല്ലാ സിനിമകളും ചെയ്യുമ്പോഴും. അതാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇങ്ങനെ ഒരു കളിയാക്കലും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ട് ഒരു സ്ട്രഗിൾ സ്റ്റോറി തന്നെയാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഈ ക്യാരക്ടർ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിറ്റ്ലിഗോ പേഴ്സൺ നമ്മുടെ മുമ്പിൽ വന്ന് ആക്സിഡൻ്റലി മീറ്റ് ചെയ്യുകയും ആ ഐഡിയ എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. സോ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് അത്ര സിനിമകൾ വന്നിട്ടില്ല. വളരെ കുറച്ച് സിനിമകളാണ് മെയിനായിട്ട് ക്യാരക്ടറായിട്ട് വളരെ കുറച്ച് ഡോക്യുമെന്ററീസ് ഉണ്ട്. പ്രത്യേകിച്ച് നോക്കിയാൽ മലയാളത്തിലില്ല. അതാണ് എനിക്ക് കുറച്ചും കൂടെ ഹൈ ആയത്. അപ്പോൾ അതെങ്ങനെ പിടിക്കാം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് മൂവി അങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് വരുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ഞാനും ഒപ്പം റിസർച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനത്തെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെ കണ്ട് മീറ്റ് ചെയ്യുകയും അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. സോ അവരോടൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഹൈ ഉണ്ട്, അത് നല്ലൊരു പരിപാടി ആയിരിക്കും. അപ്പോൾ ആ ഹൈ നമ്മൾ ക്യാരി ചെയ്തതേ. ഈ ക്യാരക്ടർ പേഴ്സണലി ഒരുപാട് ചലഞ്ചസിലൂടെ പോകുന്ന, ചെറുപ്പം മുതലേ ഒത്തിരി സ്ട്രഗിൾസ് ഒക്കെ നേരിട്ടിട്ടുണ്ടാവുന്ന, അതിപ്പോൾ ആ ഒരു കണ്ടീഷനുള്ള ആരാണെങ്കിലും
അത്തരം പ്രശ്നങ്ങളിലൂടെ പോയിട്ടുള്ള ഒരാളാവുമല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ അതുപോലെ തന്നെ പ്രിവിലേജ്ഡ് അല്ലാത്തൊരു ക്യാരക്ടറും കൂടിയാണ്. ഇൻ ദ സെൻസ് ഫിനാൻഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. ആളുടെ ചുറ്റും എല്ലാം റോങ് ആയിട്ടാണ് നടക്കുന്നത്, ഇയാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സ്റ്റഡിയും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കോളേജ് പഠിച്ചത് തുറവൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നർ ആയിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ അവിടെ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത കുറെ സ്റ്റുഡൻസ് ഉണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ സ്കൂളിങ് കഴിഞ്ഞ് കോളേജിലേക്ക് കയറുമ്പോൾ എൻ്റെ ലൈഫ് മാറുന്നത് ആ പോയിന്റിലാണ്. കാരണം ഇതല്ല ജീവിതം, ഇങ്ങനെയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതും എൻ്റെ ഫ്രണ്ട്സ് പിന്നെ മൊത്തം അവരായിരുന്നു. എനിക്ക് വേറൊരു എക്സ്പോഷർ ആയിരുന്നു ചിന്മയ എന്ന സ്കൂളിൽ നിന്ന് തുറവൂരത്തെ കോളേജിലേക്ക് പോയപ്പോൾ. അത് സാഹചര്യം കൊണ്ട് പോയതാണ്. പിന്നെ എനിക്ക് അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ കണക്റ്റഡ് ആയി. അത് കൂടുതൽ സന്തോഷം അവിടെയാണ്. സത്യം പറഞ്ഞ ഇവിടെ ടെൻഷനാണ്, നാളത്തേക്ക് മറ്റേത് മറ്റത് അതൊന്നും ഇല്ല. ഭയങ്കര ഹാപ്പിയാണ് അവിടെ ഉള്ള പോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളത് കൊണ്ട് സംതൃപ്തിയാവുക. പാൻഡ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഞാനൊക്കെ ജീവിച്ച പരിപാടിയാണ്. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്താലും തെറ്റല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ തോറും ഇവരുടെ ലൈഫിൽ ഭാഗമാണത്. അപ്പൊ അവരത് ഹാപ്പി അല്ലെങ്കിൽ അവരത് നോർമലൈസ് ചെയ്ത് ജീവിച്ചു പോണേ. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനുവേണ്ടി പേടി അല്ലെങ്കിൽ ടെൻഷൻ ചിലപ്പോൾ ആ മൊമെന്റിൽ മാത്രമായിരിക്കും. നാളത്തോടെ ജീവിതത്തിലേക്ക് ഇറങ്ങണേ, വേറെ എന്താ ഞാൻ ഞാൻ പണിയെടുത്താൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സ്ട്രഗിളും ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവന്റെ തലയിലുണ്ട്. അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പോ എന്തെങ്കിലും ഡാർക്ക് അടിച്ച് കരയോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിലും നാളെ തൊട്ട് അവൻ ഓക്കെ. കാരണം ആ പ്രശ്നം വെച്ചുകൊണ്ടിരുന്ന് ഇവൻ ജീവിക്കാൻ പറ്റില്ല, ഇവന്റെ വീട് കുടുംബത്തിൽ കഞ്ഞി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അത് ഓൾറെഡി എനിക്കറിയാം, അഖില് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ സ്ക്രിപ്റ്റിലെല്ലാം വ്യക്തമായിട്ട് സോളിഡ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് അഭിനയിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്കും സജഷൻസ് പറയാനുള്ള ഫ്രീഡം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോഴാണ് ഒരു ടീം വർക്ക് ആണല്ലോ സിനിമ. അത് വൃത്തിക്ക് നടന്നൊരു പടമാണ് തലവര. ഇപ്പോ സന്ധ്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ച്വലി ജ്യോതിഷിന്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു വ്യക്തിയാണ്. കാരണം അത്തരം സ്ട്രഗിൾസിലൂടെ പോകുന്ന ഒരാൾക്ക് മോട്ടിവേഷൻ അല്ല, പക്ഷെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കേൾക്കാൻ ഒരാൾ എന്നുള്ള തലത്തിൽ ആള് ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ അത് എത്രത്തോളം ലൈക്ക് ആ ഒരു ക്യാരക്ടറിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു? നമ്മുടെ എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ആയിരിക്കുമല്ലോ. നമുക്കൊരു ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വി വിൽ ഹാവ് someone to talk to, whether it's your അമ്മയാണെങ്കിലും അനിയത്തി ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ, ഓർ പാർട്ട്ണർ ആണെങ്കിലും. അപ്പം എനിക്ക് പേഴ്സണലി സന്ധ്യ എന്ന ക്യാരക്ടർ, ഈവൻ ദോ ഇത് ജ്യോതിഷിൻ്റെ സ്റ്റോറി ആണ്, ജ്യോതിഷിൻ്റെ സ്ട്രഗിൾസിന് ഒരു സപ്പോർട്ട് ആണെങ്കിലും സന്ധ്യ ഈസ് എർ ഓൺ പേഴ്സൺ. സന്ധ്യ എന്ന ഒരു ക്യാരക്ടർ ഒരു നല്ല ഫാമിലിയിൽ വളരുന്ന ക്യാരക്ടറാണ്. ഷീ ഹാസ് എ ജോബ്, അവൾക്ക് അവളുടെ ഡ്രീംസും കാര്യങ്ങളുണ്ട്. അപ്പം ദ ഓൺലി ഡിഫറൻസ് ഈസ് അവൾക്ക് ജ്യോതിഷായിട്ടായിരുന്നു കാണുന്നത്, നോട്ട് എ പേഴ്സൺ വിത്ത് വിറ്റലിഗോ. സോ ദാറ്റ്സ് ആ ഒരു ഡിഫറൻസ് ഉള്ള കാരണമാണ് ജ്യോതിഷിന് സന്ധ്യയിൽ ഇഷ്ടം വരുന്നതും. Another thing is the reason why Jyotish is attracted to Sandhya or connected to Sandhya because അവന് തന്നെ ഇല്ലാത്ത ഒരു കോൺഫിഡൻസ് ആണ് സന്ധ്യ അവനിൽ കൊണ്ടുവരുന്നത്. പലപ്പോഴും അവൻ്റെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ പറയുന്നുണ്ട് വേർ ഹി ഈസ് ഗോയിങ് റോങ് എന്ന്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ വെറുതെ നമുക്ക് ഇമ്മീഡിയറ്റ് സന്തോഷം കിട്ടും എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് പോകുന്ന ഇത് ഇറ്റ് വോണ്ട് വർക്ക്. സോ അങ്ങനത്തെ ഒരു ഹ്യൂജ് സപ്പോർട്ട് ആയിട്ടാണ് സന്ധ്യ. സോ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാകും. സോ ഐ മൈറ്റ് ബി ദാറ്റ് പേഴ്സൺ ടു സം വൺ, എനിക്കും അങ്ങനത്തെ ഒരാൾ ഉണ്ടാകും. സോ
എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് സന്ധ്യ. ഇതില് ജ്യോതിഷ് എന്നുള്ള പേര് നമ്മൾ കേൾക്കുന്നത് സിനിമയിൽ കുറെ കഴിഞ്ഞിട്ടാണ്. സെക്കൻഡ് ഹാഫിൽ അത് ആക്ച്വലി സിനിമ കാണുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. ആ പോയിന്റിൽ വന്ന് ജ്യോതിഷിനെ അന്വേഷിക്കുമ്പോഴാണ് ഓക്കെ ഇത് ഇയാളെ പേര് ഇതുവരെ, അതായത് അതെ ആക്ച്വൽ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരാളും. ലൈക് വീട്ടിലാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? അത് പ്ലാൻ തന്നെ ഉള്ള ഒരു ഐഡിയ തന്നെയാണ്. കാരണം ജ്യോതിഷിനെ കൂട്ടുകാരെ കളിയാക്കുമ്പോൾ ഓഡിയൻസ് ചിരിക്കുന്നുണ്ട്, ജ്യോതിഷ് കൂട്ടുകാരെ കളിയാക്കുമ്പോഴും ഓഡിയൻസ് ചിരിക്കുന്നുണ്ട്. അപ്പൊ ബേസിക്കലി നമ്മൾ ഓഡിയൻസിന് തന്നെ പിന്നെ കൂടെ കൂട്ടി അവസാനം ഇതല്ല, അപ്പോഴായിരിക്കും കാണുന്ന ഓഡിയൻസിന് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുക തോന്നും. അപ്പോൾ പലതവണ ഇയാളുടെ പേര് മറച്ചു പിടിക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് പേര് എഴുതുന്നൊരു മൊമെന്റ് ഉണ്ട്, ശരിക്കും അവിടെ പേര് കാണുന്നുണ്ട്. LKG ഫോട്ടോ എന്ന് പറഞ്ഞാൽ ബ്ലറായിട്ട് പേര് ഉണ്ട്. അതേപോലെ തന്നെ ഇയാൾ ഓഡിഷന് പോകുന്നോടെയും പേര് എഴുതുന്നൊരു സെഗ്മെന്റ്. അപ്പോഴും നമ്മൾ പേര് മാക്സിമം അപ്പോഴും ഓഡിയൻസ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഓഡിയൻസിന് കൂടെ ട്രാവൽ ചെയ്യിപ്പിച്ച് പിന്നെ അതൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂവിൽ പോലും പേര് പറയണ്ട. സിനിമയിൽ ആക്ച്വലി ആ ഒരു ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ അതിപ്പോ എന്ത് പ്രശ്നമായിക്കോട്ടെ, ഇൻസെക്യൂരിറ്റീസ് നമുക്ക് പല തരത്തിലുണ്ടാവും. കണ്ടീഷൻ ലൈക്ക് ഇതേപോലെ ഉള്ള കണ്ടീഷൻസ് ആണെങ്കിലും ഫിസിക്കലി മെന്റലി ഉണ്ടാവും. അത് വേറൊരാൾക്കാർക്ക് ചിലപ്പോൾ വളരെ ഈസി ആയിരിക്കും വന്നിട്ട് പറയാൻ അത് മാറ്റൂ എന്നുള്ളൊരു സംഭവം. പക്ഷെ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ സിറ്റുവേഷൻ ഫ്രണ്ടിനും കൂടി മനസ്സിലാവണം എന്നുള്ളൊരു ആഗ്രഹം ചിലപ്പോൾ നമുക്കും ഉണ്ടാവും. പക്ഷെ അത് ക്ലിയർ ആയിട്ട് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി അതിപ്പോൾ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിലും ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് അത് പറയണമെന്ന് തോന്നാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ചെറുപ്പം മുതലേ നമുക്കൊക്കെ കുറെ കളിയാക്കൽ കിട്ടിയതിന്റെ അന്ന് പറയാൻ പറ്റാതെ നമുക്ക് സിനിമയിലൂടെ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടാവും. അതിനേക്കാൾ ഉപരി ഇത് എത്രത്തോളം സിമ്പിളായി എത്രത്തോളം ആളുകൾക്ക് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് ആ ഒരു എൻഗേജ്മെന്റ് കൊടുത്തിട്ട് ചെയ്യാം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ എന്നൊരു തോന്നലും കൂടി ഉണ്ട്. പിന്നെ അത് പറയാൻ വേണ്ടി പറഞ്ഞ പോലെ ആവരുത്. ഇപ്പോ ഈ പുള്ളി ഓട്ടോ കയറിയിട്ട് എന്നെന്തിനാ മിന്നൽ വിളിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ആ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗില് എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. അതായത് സിംഗിൾ ഡയലോഗിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ള തോട്ടാണ് നിന്നെ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിക്കുന്നതാണ്. അത് നമ്മളിപ്പോ സച്ചിന് ലിറ്റിൽ മാസ്റ്റർ എന്നൊക്കെ അങ്ങനെ പറയുമല്ലോ, അത് അപ്രീസിയേഷൻ ആണ്. പക്ഷെ ഇതിലപേക്ഷിച്ച് അയാൾക്കത് കളിയാക്കലായിട്ടാണ് കിട്ടുന്നത്, ഹ്യൂമിലിയേഷൻ ആണ്. ആക്ച്വലി ആ ഡയലോഗെല്ലാം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ചില കീ ഡയലോഗ്സ് എല്ലാം പെട്ടെന്ന് വന്ന സംഭവങ്ങളുണ്ട്. എന്റെ അപ്പുന്റെ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയുമാണ്. പിന്നെ സ്പീഡിലോടല്ലേ ഞങ്ങളെ കൈയടിയാണ് ആ പേര്. എനിക്ക് അങ്ങനെ ആ സീൻ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തില്ലോണ്ട് ആ സീൻ ഞങ്ങൾ അർജുനത്തെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വരുമ്പോഴും ആ സീൻ അങ്ങനെയുണ്ട്. അല്ലെ ചില കീ സീൻസ് അങ്ങനെ തന്നെ ഉണ്ട്. അതെല്ലാം അതാണ് ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കാം അതങ്ങനെ ഒരു കഥയായി വന്നിരിക്കുന്നു. ഇതില് പാലക്കാടൻ സ്ലാങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അർജുന അത് കൊച്ചിയിൽ നിന്നുള്ള ഒരാളാണ്. അപ്പൊ അത് എത്രത്തോളം പിന്നെ പാടുണ്ടായിരുന്നോ, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്സ് പഠിക്കുന്നത്? കുറച്ച് പണിയായിരുന്നു. പക്ഷെ നമ്മള് ചുറ്റും പാലക്കാടുകാരായിരുന്നു. ഇവൻ പാലക്കാടാണ്. പിന്നെ നമ്മുടെ കൂടെ അഭിനയിച്ച വിഷ്ണുദാസ് എന്ന് പറഞ്ഞ പൊടി, അവൻ പാലക്കാടായിരുന്നു. പിന്നെ ഞങ്ങൾ 5 ദിവസം മുമ്പ് തന്നെ അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് ഒന്ന് റിലാക്സ്ഡ് ആയ ആൾക്കാരൊക്കെ ഒന്ന് സെറ്റായി നടക്കുന്നു. സത്യം പറഞ്ഞ് ചില്ല് ചെയ്യാൻ വേണ്ടി പോയതാണ്. ചില്ലിങ് നടന്ന് ഇവരായിട്ടൊന്ന് സിങ്കായി ഫുൾ ടീമായിട്ട്. എന്നിട്ട് നമ്മള് രാവിലെ വാക്കിങ്ങിനൊക്കെ പോകും. ഇവൻ ഡെയിലി വാക്കിങ്ങിന് പോകും 6 മണിക്കൊക്കെ. 6 മണിയൊക്കെ കണ്ടിട്ട് കുറെ നാളായി. അതിനുണ്ട് എങ്ങനെയൊക്കെ കുത്തിപ്പൊക്കി റാഫിനെയൊക്കെ എണീപ്പിച്ച് വരുത്താന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നുമല്ല. കുത്തിപ്പൊക്കി പിള്ളേരൊക്കെ ആയിട്ട് വിഷ്ണുവിനെ കൊണ്ട് എല്ലാവരും കൊണ്ട് നടക്കും. അവിടെ ലോക്കലായിട്ടൊക്കെ സംസാരിക്കും. പിന്നെ ഇവൻ ഫുൾ ടൈം ഉണ്ടായി വിഷ്ണുദാസ്. അപ്പൊ അവനായിട്ട് സംസാരിച്ച് ചില സാധനങ്ങളൊക്കെ പിടിക്കും. ബാക്കി പിന്നെ ഡബിന് വന്നിരിക്കുമ്പോ അവൻ പ്രോപ്പർ മോണിറ്ററിങ്. പിന്നെ എനിക്കൊരു ആവേശം കൂടിയിട്ട് ഞാൻ പ്രോപ്പർ മറ്റേ ഇന്റർ പാലക്കാടിലേക്കൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോ അതൊന്നും വേണ്ട, പറഞ്ഞ മാത്രം ചെയ്താൽ മതി. ചില സമയത്ത് ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ മറന്നു പോകും, സ്ലാങ് ഞാൻ മറന്നു. നമ്മള് അപ്പൊ അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറയും സ്ലാങ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇവിടുന്ന് അങ്ങനെ അവരിന്റെ ഇൻവോൾവ്മെന്റും ഉണ്ട്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന പരിപാടി എന്താ വെച്ചാൽ
നമ്മൾ പറയുന്ന സാധനം അത് മനസ്സിലാക്കി എടാ അത് ഇങ്ങനെ ചെയ്യട്ടെ, അതിനെ എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആർട്ടിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ലൊരു ടീമിന്റെ ക്ലൈമാക്സ് സീനിൽ ഇതേപോലെ നമ്മൾ ലോക്കായിട്ടിരിക്കണം. കാരണം ഒന്നാമത് ഈ പരിപാടി എങ്ങനെയായിരിക്കും, എനിക്ക് ഞാൻ കാരണം ഇതിലാണല്ലോ ഇരിക്കണം, എന്റെ പരിപാടിയിൽ നിൽക്കണം. ഫുൾ കരച്ചിലായിരുന്നു പരിപാടി. അപ്പൊ ആക്ച്വലി എന്താ സംഭവം എന്ന് ഇപ്പൊ പറയാം. തൊട്ട് മുമ്പ് ഞാൻ റൊമാൻസ് ചെയ്തിട്ട് വന്നേക്കണേ. അപ്പൊ റൊമാൻസിൽ ഇവൻ ഈ ബ്രൗണി കഴിച്ചിട്ട് ഒരു പരിപാടി ഞാൻ ചെയ്തിട്ട് എനിക്ക് അതിനൊരു ഹൈ കിട്ടിയിട്ട് നിൽക്കണേ. അപ്പൊ ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഒരു ഗ്രാഫിൽ പോയി ഫുൾ ഭയങ്കര പൊട്ടിക്കരച്ചിലാണ് പ്ലാൻ ചെയ്തത്. അതായിക്കഴിഞ്ഞാ ചിലപ്പോ എന്താവും അറിയില്ല. അപ്പൊ ഞാൻ ചക്കിനെ ഞാൻ ഇങ്ങനെ പോയി ആ പരിപാടി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടെ എന്ന് വെച്ച് ചെയ്തു നോക്ക്. കാരണം നമുക്ക് ആ ഫ്രീഡം ഉണ്ട്. ചെയ്തു നോക്ക്. അത് വർക്കായില്ലെങ്കിൽ നമുക്ക് പഴയതിലേക്ക്. പക്ഷെ അത് ഫസ്റ്റ് ടേക്ക് ആ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ. പക്ഷെ അത് ഭയങ്കര അതായത് ഇങ്ങനെ സ്റ്റോറി ഉണ്ടാക്കി ഇങ്ങനെ പറഞ്ഞു അല്ല അതല്ല ഇവരുടെ ഇല്ല. ഇവരെ ഫുൾ പ്ലാനിങ്ങും അതിന്റെ സൗണ്ട് ഡിസൈനിങ് പറയുമ്പോൾ ശ്രദ്ധിച്ച എഴുതി വെച്ചതുകൊണ്ട് എനിക്ക് എന്റെ രീതിക്ക് ചെറിയ മാറ്റം കൊണ്ടുവന്ന ചെയ്താൽ മാത്രം മതി. സോളിഡ് ആയിട്ട് ഇവർ പ്രോപ്പർ നറേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് പിടിച്ച് ഇങ്ങനെ ചെയ്താലോ എന്ന് പറയുമ്പോൾ സജഷൻ പിടിച്ചിട്ട് ചെയ്തു പോയ പരിപാടിയാണ്. ആക്ച്വലി ആ ഓഡിഷൻ സീന് നമ്മളൊരു ഓഡിഷൻ സീൻ എഴുതി ഒരു ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ ഇത് സാറ്റിസ്ഫൈ ആവുന്നില്ല. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷേഴ്സിന് ഓഡിഷൻ ചെയ്യുന്നില്ലല്ലോ, അവർക്ക് ഓരോ ത്രെഡുകൾ ഇട്ട് കൊടുത്തു. വിഷ്ണുദാസിനെ മറ്റേ തൈലം വെക്കാൻ കൊണ്ടുവരും, തൈലം വാങ്ങിക്കില്ല, ഈ സീൻ ഇട്ട് കൊടുത്ത് നോക്കി. അപ്പൊ അവര് പല രീതിയിലാണ് പല ആളുകൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം ആയിരുന്നില്ല. പിന്നെ നമ്മൾ തീരുമാനിച്ചു ഓക്കെ നമ്മൾ എഴുതിയത് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് പിടിക്കാം. അച്ഛൻ്റെ ആ ഇംപ്രൂവൈസേഷൻ അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആവുന്നത് പറഞ്ഞാൽ അത് അത്ര ഹൈ ആ ചില സമയത്ത്. 2 ദിവസം മേക്കപ്പിലിരുന്നു, കുളിച്ചിട്ടില്ല. കാരണം ഇത് ഇടാനൊരു 2.5-3 മണിക്കൂർ എടുക്കും. അപ്പൊ അത്രയും സമയം പോകുന്നുണ്ട്. എന്റെ അടുത്ത് ആരാ വന്നത്, നീയാണ് മേക്കപ്പിൽ ചേർന്നാണ്? മേക്കപ്പിൽ ചേർന്നുണ്ട്. അതെ ഇന്നൊന്ന് കുളിക്കാതെ അത്ര സന്തോഷം. സന്ധ്യയുടെ ക്യാരക്ടർ ആണെങ്കിലും അർജുന്റെ അമ്മയുടെ ക്യാരക്ടർ ആണെങ്കിലും അതേപോലെ സിസ്റ്റർ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഒരു അവർക്കൊക്കെ ഒരു വോയിസ് ഉണ്ട്. അതായത് ഭയങ്കര സ്ട്രോങ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് സ്ട്രഗിൾസ് ഉണ്ട് അവർക്ക് അവരുടെ ഓൺ. പക്ഷെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പല സാഹചര്യങ്ങൾ കൊണ്ടും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പക്ഷെ ദേ നോ വാട്ട് ദേ വാണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ലൈക്ക് അതിപ്പോ ഇത് കഥ ആക്ച്വലി ജ്യോതിഷിന്റെയാണ്, പക്ഷെ എന്നാലും അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നി. അങ്ങനെ അതുണ്ട്. ഇപ്പോ അപ്പൂടെ അമ്മയാണെങ്കിൽ എൻ്റെ അമ്മയാണെങ്കിൽ ശരി, അവരെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ അമ്മ അംഗനവാടിയിൽ ഹെൽപ്പറാണ്, അപ്പോൾ എൻ്റെ അമ്മ സെയിൽസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരൊക്കെ നമുക്കറിയാലോ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ അമ്മ എങ്ങനെയാണ് സംസാരിക്കുന്നത്. കാരണം അമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, അമ്മയ്ക്ക് എപ്പോഴും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കണം എന്നൊരു ഗോൾ ഉള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ഉള്ള ഒരാളാണ്. അതിൽ നിന്നാണ് ജ്യോതിഷിൻ്റെ അമ്മേനെ നമ്മൾ കൊണ്ടുവരുന്നത്. സന്ധ്യേൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഞാനും ഒപ്പവും കണ്ട ഗേൾസും പിന്നെ എൻ്റെ പാർട്ട്ണറിൻ്റെ സ്വഭാവം, അവൻ കണ്ട ആളുകളുള്ള സ്വഭാവം, അതെല്ലാം ഞാൻ അതിലേക്ക് മീറ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചത്. പിന്നെ സന്ധ്യയിലേക്ക് നമ്മൾ എഴുതുന്ന സമയത്തും മെയിനായിട്ട് ഉദ്ദേശിച്ച് പുള്ളിക്കാരത്തൊന്നും ചുമ്മാ പറയുന്ന ഒരാളാവരുത് എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വാട്ടർ ടാങ്ക് സീനിലൊക്കെ അങ്ങനെ ഒരു സെറ്റപ്പ്. ചുമ്മാ വേണമെങ്കിൽ നീ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും പറയുന്നതിൽ അവൾക്കൊരു കാര്യം ഉണ്ടാവും, മാറ്റർ ഉള്ള ഒരാളായിരിക്കും നിർബന്ധമുണ്ടായിരുന്നു. അനിയത്തിന്റെ കേസ് ആക്ച്വലി അമ്മയുടെ വേറൊരു വേർഷനായിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ആക്ച്വലി റിയൽ ഇൻസിഡന്റ് ആണ് അനിയത്തി ഉണ്ടാവുന്നത്. ബേസിക്കലി നമ്മുടെ വീടിനോട് തൊട്ടടുത്തുള്ളൊരു പെൺകൊച്ച് സൈക്കിളിൽ ഒളിച്ചോടിപ്പോയി. അപ്പുറത്തോടത്തൊരു കൊച്ചിന്റെ സൈക്കിൾ എടുത്ത് ഒളിച്ചോടിപ്പോയി. അപ്പൊ അങ്ങനെ സൈക്കിളിൽ ഒളിച്ചോടിപ്പോയി. അതാണ് അനിയത്തി ഉണ്ടാവാനുള്ള ഫസ്റ്റ് തോട്ട്. അപ്പൊ ആ കഥ അങ്ങനെ എടുത്തു വെച്ചു. അപ്പൊ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു കണക്ഷൻ കൊടുത്തത്. അങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നത്. നമ്മുടെ ലൈഫിൽ കണ്ട ആളുകളിൽ നിന്ന് എല്ലാം കൂടെ എടുത്ത് കൊടുത്തതാണ്. ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് വന്ന ഒരു സീൻ എന്ന് പറയുന്നത് അർജുന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് എത്രത്തോളം ഡീറ്റെയിൽസ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി പോയി കാണട്ടെ എല്ലാവരും. അതില് ഒരുപക്ഷെ നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ അതിലൂടെ അങ്ങനെ ഒരു മൊമെന്റിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ ഒരു
സീനിൽ എനിക്ക് ശരിക്കും എനിക്ക് തോന്നി എന്താ പറയാ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി എനിക്കത്. യു ആർ റിയലി ഗുഡ്. താങ്ക് യു. അപ്പോ എനിക്കത് അതിനുശേഷം എനിക്കൊരു പാണ്ടുണ്ടായി ഇവിടെ, ശരിക്കും റിയൽ ലൈഫിൽ ഒരു പാണ്ടുണ്ടായി. ഓക്കെ, സോ ദാറ്റ് റിയലി ഹാപ്പൻഡ്. 6 മാസത്തെ ഇപ്പോഴും ഉണ്ട് പാട് കണ്ട. അത് പക്ഷെ അത് നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അച്ഛൻ്റെ കൈ ഒറിജിനൽ പൊട്ടിയത് കിട്ടിയില്ല. അത് ക്ലൂസ് വെച്ചേക്കുന്നത് നമ്മൾ പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്തതാ. കാരണം മഴ പെയ്തു, അതെടുക്കുമ്പോൾ മഴ പെയ്തു. ഓ ശരി. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇത് പൊട്ടിയതുകൊണ്ട് അതിന്റെ ആൽക്കഹോൾ ബേസ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മേളിൽ ഇടുമ്പോ ഭയങ്കര നീറ്റിലായിരുന്നു. ഞാൻ 2 വട്ടം ശ്രമിച്ചു നോക്കി, 3ാമത്തെ വട്ടം പിടിച്ചില്ല. ആ സീൻ എത്രത്തോളം ഇന്റൻസീവ് ഓ അത് നമ്മളെല്ലാരും അങ്ങനത്തെ സിറ്റുവേഷനിൽ പോയിട്ടുണ്ടല്ലോ, അപ്പൊ അതെടുത്ത് അങ്ങ് ഇട്ടാ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you so much. Thank you.